ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പൈനി ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കുറേ എൻക്വയറീസ് ഉണ്ട്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു എക്സാംസ് ആണ് AMVI. അതിന്റെ ഇന്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. 27-ാം തീയതി ആദ്യത്തെ 75 പേർക്കുള്ള ഇന്റർവ്യൂ മെമ്മോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതുമായിട്ട് ബേസ് ആയിട്ട് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായിരിക്കും ഇന്റർവ്യൂ, എങ്ങനെയായിരിക്കും, എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് കയ്യിൽ വെക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കുള്ള പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 75 പേർക്കുള്ള ഇന്റർവ്യൂ മെമ്മോ വന്നിട്ടുണ്ട് നമ്മുടെ AMVI പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അത് 27, 28, 29 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അവർക്ക് കയ്യിൽ വെക്കേണ്ട കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ OTV, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം അല്ലേ. നമുക്ക് ഇപ്പോൾ വെരിഫിക്കേഷൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരുടെ പ്രൊഫൈലും എന്ത് വന്നിട്ടുണ്ടാവും, ഒരു OTV സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിൽ കീപ്പ് ചെയ്ത് വെക്കുക. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബയോഡാറ്റ ഫോം, ഒറിജിനൽ ID കാർഡ്, അതേപോലെ ലേറ്റസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ. ഇതൊരു AMVI പോസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഹെവി ലൈസൻസ് എല്ലാം റിക്വയർഡ് ആണ്. അതിന്റെ ഒറിജിനൽ കോപ്പി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കയ്യിൽ വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടി പറയാം, നമ്മൾ ഇന്റർവ്യൂ മെമ്മോ ഉണ്ടാവും. ഇന്റർവ്യൂ മെമ്മോന്റെ താഴെ തന്നെ എന്തുണ്ടാകും, ഒരു ബയോഡാറ്റ ഫോം ഉണ്ടാവും. ആ ബയോഡാറ്റ ഫോമിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ OTV സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. പിന്നെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലേ. നമ്മൾ കണ്ണിൻ്റെ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും അതിൻ്റെയൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ ക്യാരി ചെയ്യുക. പിന്നെ ഒരു ID കാർഡ്, പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം കൂടി കയ്യിൽ കരുതുക. നിങ്ങളുടെ SSLC, +2, ഡിപ്ലോമ ഏതാണോ നിങ്ങൾ ക്വാളിഫൈഡ് എക്സാം, അതിന്റെ ഒറിജിനൽ കാര്യങ്ങൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഓൾറെഡി വെരിഫൈ ചെയ്ത സംഭവങ്ങളായിരിക്കും. ഓൾറെഡി നിങ്ങൾ OTV സർട്ടിഫിക്കറ്റിലുണ്ട് എങ്കിൽ കൂടി അതിന്റെ ഒറിജിനൽ കോപ്പി കൂടി കയ്യിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം അത് വെച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും വെരിഫിക്കേഷൻ റിക്വയർഡ്, എക്സ്ട്രാ വെരിഫിക്കേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും ഇമേജിലൊക്കെ എന്തെങ്കിലും എററോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങളുടെ കയ്യിൽ കരുതുക. അതായത് നിങ്ങളുടെ SSLC മുതൽ ഡിപ്ലോമ ഏതാണോ നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ, BTech ആണ് BTech, അതുവരെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതുക. ഓക്കെ, അത് നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ട് ആവശ്യമില്ല എങ്കിലും ഒരു എക്സ്ട്രാ കരുതൽ എന്ന രീതിയിൽ നിങ്ങൾ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുണ്ടാകും, ഒരു ഇന്റർവ്യൂ മെമ്മോന്റെ താഴെ തന്നെ ഒരു ബയോഡാറ്റ ഫോം ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളുടെ PSC നമ്മുടെ ഡിഗ്രി ലെവലുണ്ട്, ഡിപ്ലോമ നോൺ ഡിഗ്രി ലെവലുള്ള ഒരു ബയോഡാറ്റ ഫോം, ഇന്റർവ്യൂ ബയോഡാറ്റ ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. നിങ്ങളുടെ ഇന്റർവ്യൂ പാനലിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ ബയോഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസുകൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്യുക. കുറേ എക്സാഗ്രേറ്റഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ എഴുതി പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം, ഇതിൽ എഴുതി വെക്കാം. ഫസ്റ്റ് നിങ്ങളുടെ പേര് കാര്യങ്ങളായിരിക്കും. പിന്നെ നിങ്ങളുടെ ക്രമ നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ക്രമ നമ്പർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്റർവ്യൂസിൽ എത്ര പേരാണുള്ളത്. ഇപ്പോൾ 75 പേരാണെങ്കിൽ ഓരോ നമ്മുടെ ഇന്റർവ്യൂ മെമ്മോന്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പേഴ്സ് ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th മുതൽ താഴോട്ടേക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് പോകാം. ഒരൊറ്റ കോളം പോലും ഫില്ല് ചെയ്യാതിരിക്കരുത്. എല്ലാ കോളത്തിലും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫില്ല് ചെയ്യാം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബോർഡ് ഏതാണ്, ക്ലാസ് ഡിവിഷൻ, ഫസ്റ്റ് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ അത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് SSLC മുതൽ നിങ്ങൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന സാധനങ്ങളാണ്, നിങ്ങൾ കറൻ്റ്ലി എംപ്ലോയിഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ കറൻ്റ്ലി എംപ്ലോയിഡ് ആണെങ്കിൽ എവിടെയാണോ അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ ഏതാണോ പോസ്റ്റ്, ആ പോസ്റ്റ് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് സംഭവിക്കും. നിങ്ങളുടെ കയ്യിൽ ആദ്യം കിട്ടുന്ന നമ്മുടെ PSC മെമ്പറിന്റെ കയ്യിൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബയോഡാറ്റ ഫോം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് നിങ്ങളുടെ കറണ്ട് ജോബ് പ്രൊഫൈൽ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യുക കറക്റ്റായിട്ട്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ എന്നെ എഴുതി വെക്കാം, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കേട്ടോ. പിന്നെ എന്താണ്, പ്രീവിയസ് ജോബ് ഉണ്ട്. പ്രീവിയസ് ജോബ് എന്താണ്, ഇതിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന എംപ്ലോയിഡ് ആണോ അല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഫില്ല് ചെയ്യേണ്ടത്. മേ ബി അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ആ ജോബ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ ഒരു വേഗമായിട്ട് പറഞ്ഞു പോലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ റാങ്ക് ലിസ്റ്റിലുണ്ടോ അതിൻ്റെ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാം. കാറ്റഗറി നമ്പർ അല്ല, പോസ്റ്റിൻ്റെ പേര് എഴുതുന്നതായിരിക്കും ബെറ്റർ.
ഓക്കെ. പിന്നെ നിങ്ങളുടെ ഒക്യുപ്പേഷൻസ് കാര്യങ്ങൾ, അതായത് അമ്മയുടെ പേര്, ഫാദറിൻ്റെ പേര്, പിന്നെ മാരീഡ് ആണെങ്കിൽ ആളുടെ പേര്, ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് അവരുടെ പേര്, ഡീറ്റെയിൽസും അവരുടെ ഒക്യുപ്പേഷൻസും ആണ് നിങ്ങൾ മെയിനായിട്ട് എഴുതേണ്ടത്. ഒക്യുപ്പേഷനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വർക്കിംഗ് ആണെങ്കിൽ റിട്ടയർ ആണ്, റിട്ടയർ എങ്ങനെയാണോ അത്. ഓക്കെ. പിന്നെ നിങ്ങൾ എന്താണ് നമ്മുടെ എന്തെങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മിക്കവാറും എന്നെ ആയിരിക്കും. നോ ആണ് നോ, യെസ് ആണ് യെസ്. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഹോബീസ് മിക്കവാറും എല്ലാവരും എഴുതി വെക്കുന്ന ഒരു സംഭവമാണ് ട്രാവലിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ട്രാവലിംഗ് ആണെങ്കിൽ മേ ബി ഒരു ചാൻസുകളുണ്ട്. ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്റർവ്യൂസിന്, നിങ്ങൾ ലാസ്റ്റ് പോയ ട്രിപ്പ് അല്ലെങ്കിൽ എവിടേക്കാണ് പോയില്ല ട്രാവൽ ചെയ്തിട്ടുള്ളത്, അതിനൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതി വെക്കുക, ഇല്ലെങ്കിൽ എഴുതി വെക്കരുത്. ഓക്കെ. അപ്പോൾ എന്താണോ ഇവിടെ നിങ്ങളുടെ ഹോബീസ് ആയിട്ട് എഴുതുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മേ ബി ചോദിക്കാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള 9ാമത്തെ പോയിന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, നിങ്ങൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ആ അച്ചീവ്മെന്റ്സ് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെയാണ് നിങ്ങളവിടെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത്, സോഷ്യൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ് അത് ചെയ്യാം. വോളണ്ടറി ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വോളണ്ടറി ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. പിന്നെ NCC സ്കൗട്ട് അതും ഫില്ല് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നധികം ചോദിക്കാനുള്ള, നിങ്ങൾക്ക് മേ ബി എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്, എന്തിലാണ് നിങ്ങൾ, എന്താണ് ആ ഷോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മേ ബി ചോദിക്കാം. അതിൽ നിന്നധികം ചോദിക്കാൻ ചാൻസ് ഇല്ല, എങ്കിലും ചോദിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളാണ് ലാസ്റ്റ് ഈ 3 പോയിന്റ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു സിവിൽ സർവൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവൻറ്റ് ആവാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് ചോദിക്കും. ഓക്കെ. അത് കൃത്യമായിട്ട് വേർഡ്സിൽ എഴുതി വെക്കുക. അതിൽ ചിലപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ ചാൻസുകളുണ്ട്. ഓക്കെ. പിന്നുള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ചിലപ്പോൾ എന്തെങ്കിലും ഹാർഡ് വർക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതി വെക്കുക. അപ്പോൾ അത് എന്താണോ നിങ്ങളുടെ സ്ട്രെങ്ത് അത് കൃത്യമായിട്ട് നിങ്ങൾ, അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും, അത് ഞാൻ പറയാത്തത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അതേപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, എന്തുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഹാർഡ്, അല്ലെങ്കിൽ എന്താണ് ഹാർഡ് വർക്കിംഗ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ജസ്റ്റ് ഇവിടെ 1-2 പോയിന്റ് മാത്രമേ നമ്മളിവിടെ മെൻഷൻ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിലൊരു ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ എംബിഷൻസ് എന്താണെന്ന് ചോദിക്കും. ചിലപ്പോൾ കുറേ പേരുടെ ഡ്രീം പോസ്റ്റ് ആയിരിക്കും നമ്മുടെ AMVI അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ എംബിഷൻസ്, അപ്പോൾ എംബിഷൻസ് പറയുന്ന സമയത്ത് ഈ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എംബിഷ്യസ് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇതായിരുന്നു എൻ്റെ ഡ്രീം ജോബ്, അതിന് വേണ്ടി ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു ആൻസർ ഇല്ലെങ്കിൽ കോമൺ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആണെന്നുള്ള രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ എംബിഷൻ എന്താണോ അത് കൃത്യമായിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതേ നിങ്ങളുടെ എംബിഷൻസ് എന്താണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മേ ബി ചോദ്യങ്ങൾ വരാൻ ചാൻസുകളുണ്ട്. ലാസ്റ്റ് മിക്കവാറും ചോദ്യങ്ങൾ വരുന്നത് ഈ ലാസ്റ്റ് 3 പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. പിന്നെ പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതി സിഗ്നേച്ചർ എഴുതിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്തുണ്ടാവും, ഇനി ഇൻ്റർവ്യൂസ് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്റർവ്യൂസ് പാനലിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും, നേരെ പോകുന്നത് എന്തായിരിക്കും, നമ്മുടെ PSCയുടെ ഒരു ഓഫീസിലായിരിക്കും. ട്രിവാൻഡ്രത്താണെങ്കിൽ കയറി ചെന്ന ഉടനെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാവും, അവിടെയായിരിക്കും നിങ്ങൾ അവിടെ നിർത്തുക. ഒരു 8 മണിക്കാണ് ഇന്റർവ്യൂ എങ്കിൽ ഒരു 7:55 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റി നിങ്ങളെ കോൾ ചെയ്യാൻ വരും. എല്ലാവരും ഒരു 20 പേരായിരിക്കും ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടാവുന്നത്. ആ ഒരു 20 പേരെ 20 or 20 ആ ഒരു ആളുകൾ കൊണ്ട് നേരെ ഒരു എന്ത് ചെയ്യും, നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. ആ വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് പോകും. അവിടെ പോയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, 2 ആളുകൾ വരും, അല്ലെങ്കിൽ 2 ക്ലർക്ക് സ്റ്റാഫുകളായിരിക്കും വരുന്നത്. അവർ വന്നിട്ട് നിങ്ങളുടെ OTP സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആണ്, എല്ലാം ഒന്നും കൂടി വെരിഫൈ ചെയ്യും. അതിന് ഏകദേശം ഒരു 1 hour ടൈം ഉണ്ടാകും. ആ 1 hourൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ റിഫ്രഷ് ആകാൻ അവിടെ വാഷ്റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതുപോലെ നിങ്ങൾ പാനലിലേക്ക് പോകുന്ന സമയത്ത് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം.
ഒന്നെങ്കിൽ പാൻസ്, അതേപോലെ നല്ലൊരു ഇന്റർവ്യൂ ഓറിയന്റഡ് ഷർട്ട് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ആയിരിക്കണം നിങ്ങൾ വെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻസൈഡ് ആയിരിക്കണം. അതേപോലെ മൊബൈൽ ഫോൺസ് അതിനുള്ളിൽ അലൗഡ് ആയിരിക്കില്ല, ഒന്നെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്മാർട്ട് വാച്ച് ആണെങ്കിലും അതിലേക്ക് കോളുകളോ കാര്യങ്ങളോ ഒന്നും വരരുത്, അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ജസ്റ്റ് ഒരു പെന്ന്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും. നിങ്ങളുടെ ബയോഡാറ്റ ഓൾറെഡി അവിടുന്ന് ഫില്ല് ചെയ്യും. നിങ്ങൾ നേരത്തെ വെരിഫിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞില്ല, ആ സമയത്ത് നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങൾ എഴുതി കൊടുത്ത ബയോഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വാങ്ങിക്കും. എന്നിട്ട് നേരെ അത് പോകുന്നത് നമ്മുടെ ഇന്റർവ്യൂ പാനലിലേക്കായിരിക്കും. അതൊന്നും നേരെ നിങ്ങൾ പോകുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു PSC ബോർഡ് മെമ്പർ, ഏത് സെക്ഷനിലാണോ നിങ്ങൾ ഇന്റർവ്യൂ നടക്കുന്നത് ആ ഒരു സെക്ഷൻസിലേക്ക് നിങ്ങളെ സ്റ്റാഫുകൾ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് ഒരു കറക്റ്റ്, നിങ്ങളൊരു നേരത്തെ ഒരു SL നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, ആ കറക്റ്റ് 1, 2, 3 ആ കറക്റ്റ് ഓർഡറിൽ നിങ്ങളൊരു ചെയറിൽ ഇങ്ങനെ പുറത്തിരുത്തും. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്റർവ്യൂ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഇന്റർവ്യൂ മെമ്പർ, ഇന്റർവ്യൂ സെക്ഷൻ ബോർഡിൽ മെയിൻലി ഒന്നെങ്കിൽ 3 ആളുകളായിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 4 പേരുണ്ടാകും. ഒന്നെന്തായിരിക്കും, നമ്മുടെ PSC മെമ്പർ ആയിരിക്കും ഒരു ആളെന്ന് പറയുന്നത്. PSC മെമ്പർ ഉണ്ടാകും. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാഫ് ഉണ്ടാകും. ഇത് 1 അല്ലെങ്കിൽ 2 പേരായിരിക്കും വരുന്നത്. ഇതിപ്പോൾ AMV ആയതുകൊണ്ട് 2 ടോപ്പിക്കുകൾ വരുന്നുണ്ട്. മെക്കാനിക്കൽ സെക്ഷനുണ്ട്, ഓട്ടോമൊബൈൽ സെക്ഷനുണ്ട്. മേ ബി 2 ആളുകൾ ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഒരാളായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്റർവ്യൂ പാനലുകൾ 3 പേര് അല്ലെങ്കിൽ 4 പേര് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ എന്താണ്, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അല്ല, സബ്ജക്ട് എക്സ്പേർട്ട് ആണ് പറഞ്ഞത് കേട്ടോ. സബ്ജക്ട് എക്സ്പേർട്ട് 1 പേര് അല്ലെങ്കിൽ 2 പേരുണ്ടാവും. ഒന്ന് ഓട്ടോമൊബൈൽ സെക്ഷൻസിലും ഉണ്ടാവും, ഒന്നെന്തായിരിക്കും നമ്മുടെ മെക്കാനിക്കൽ സെക്ഷൻസ് എന്നുള്ള ആളായിരിക്കും. പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ പേഴ്സൺ ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റൽ പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ AMV, അതായത് ആ ഒരു റോഡ് ട്രാൻസ്പോർട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഹയർ പോസ്റ്റുള്ള ഒരാളായിരിക്കും മെയിൻലി നിങ്ങൾക്ക് ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും. ഇത് നമ്മുടെ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസുകൾ, ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിൽ ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PSC മെമ്പേഴ്സ് ആയിരിക്കും. നിങ്ങൾ കയറി ചെന്ന ഉടനെ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ ഫോമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ PSC മെമ്പർ ആളുടെ കയ്യിലായിരിക്കും ഉണ്ടാവുന്നത്. ആൾ നേരെ നിങ്ങളുടെ ബയോഡാറ്റ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊന്ന് കൺവീൻസ് ചെയ്യുക എന്നുള്ള, എന്താണ്, ഒന്ന് കംഫർട്ട് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് മുമ്പ് ചെയ്യുക. അത് നിങ്ങളെ മെയിൻലി പറയാന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. മലയാളത്തിലായിരിക്കും ചോദിക്കുന്നത്, നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ പേരെന്താണ്, വീട് എവിടെയാണ്, എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ബയോഡാറ്റയിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും PSC മെമ്പർ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻസും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ടെൻസ്ഡ് ആവാതെ റിലാക്സ്ഡ് ആയിട്ട് നല്ല പോലെ എന്ത് ചെയ്യാം, ഫേസ് ടു ഫേസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ടെൻഷനായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കരുതോ, അങ്ങനെ കൂളായിട്ട് ഡള്ളായിട്ട് ഇരിക്കും, അങ്ങനെ ചെയ്യരുത്. നല്ല സ്മാർട്ടായിട്ട് നമ്മുടെ വെൽ ഡ്രസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒന്നെങ്കിൽ പോകുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് സെക്ഷൻ PSC മെമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ബയോഡാറ്റ ഫോം ഒന്നെങ്കിൽ ഈ സബ്ജക്ട് എക്സ്പേർട്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ പേഴ്സണിലേക്കായിരിക്കും പോകുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പോകാം കേട്ടോ. ഒന്നെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്ടിലാണ് പോകുന്നതെങ്കിൽ ആൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ്, നമ്മുടെ സിലബസ് എന്താണോ അതിലുള്ള ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും ആൾക്ക് ചോദിക്കാം. ഓക്കെ, അതിലുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട്, തെർമൽ എഞ്ചിനീയറിംഗിലുണ്ട്. തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഉണ്ട്, എഞ്ചിൻസ് വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ IC എഞ്ചിൻ ഉണ്ട്, റെഫ്രിജറേഷൻ ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, അങ്ങനത്തെ എല്ലാ ടോപ്പിക്കും അവിടെ വരുന്നുണ്ട്. അതേപോലെ എന്നിട്ട് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്, സ്ട്രെയിന്, അതേപോലെ നമ്മുടെ സെൻറ്റർ ഓഫ് എഞ്ചിനീയർ മെക്കാനിക്സിന് സാധനങ്ങൾ, ട്രസ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. മിഷൻ ഡിസൈൻ, നമ്മൾ റിവറ്റ്, ബോൾട്ട് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസുകളാണ് അല്ലേ. അതേപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഇത് മെക്കാനിക്കലാണ്. പിന്നെ നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ഷൻസ് ഉണ്ട്, ഇഗ്നീഷൻ സിസ്റ്റംസ് ഉണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ജനറലി നടക്കുന്ന ഒരു കേസ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക് ആയിരിക്കും, നിങ്ങളുടെ സിലബസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആൾക്ക് ചോദ്യം ചോദിക്കാം, ഈ സബ്ജക്ട് എക്സ്പേർട്ടിന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന കേസുകളാണ്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ടോപ്പിക്ക് പറയാൻ പറയും. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ടോപ്പിക്ക് പറയാം, ആ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ നമ്മുടെ എൻജിൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കംപ്രഷൻ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഗറും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് മൈൻഡിൽ വെച്ച് പോകുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മുടെ AMVA ടോപ്പിക്കാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതേപോലെ വേറൊരു സെക്ഷൻസും വരുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്താണ് മോഡേൺ ടെക്നോളജീസ് ഒരുപാട് വരുന്നുണ്ട് അല്ലേ. നമുക്ക് മോഡേൺ ടെക്നോളജീസും ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. മേ ബി ചോദിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നിരത്തുകളിൽ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്
നമ്മുടെ ഈ ഒരു സെക്ഷൻസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള SI പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിന് എന്തെങ്കിലും ഡ്രോബാക്ക് വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വരുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജുകൾ ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസുകളുണ്ട്. അല്ലെങ്കിൽ പവർ ജനറേഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരാൻ ചാൻസുകളുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ ചാൻസുകളുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ BS6 സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ BS6ൻ്റെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ആ ഒരു സംഭവം. അപ്പോൾ BS6 വരുന്നതുകൊണ്ട് കുറേ ഡീസൽ വെഹിക്കിൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു കുറേ കമ്പനീസ് എന്തെന്നില്ല ഇറക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. കുറേ വെഹിക്കിൾസൊക്കെ ഡീസലിൽ മാറി ഇപ്പോൾ പെട്രോളും ഇലക്ട്രിക്കലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, BS6 വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എന്താണ് നിങ്ങളുടെ വ്യൂ ഓഫ് നിങ്ങളുടെ പോയിന്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസുകളും ഉണ്ട്. അപ്പോൾ ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് ഇന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കാൻ പറ്റുകയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രീവിയസ് ഇയറൊക്കെ ഒരുപാട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് എന്താണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഹെഡ് എന്താണ്, പ്രഷർ എന്താണ്, അതുപോലെ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എപ്പോഴും പറയാനാണ്. സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ചാടി കയറി പറയും ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ അല്ല, റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കൃത്യമായിട്ടുള്ള ആൻസർ. അതേപോലെ നമ്മുടെ പമ്പുകളുടെ ബേസ് ആയിട്ട് ചോദിക്കാം. ഒരു ഹെഡ് സെൻട്രിഫ്യൂഗൽ പമ്പിലുള്ള ഹെഡുകൾ എത്രയാണെന്ന് ചോദിക്കാം. നമ്മൾ ആ 10.33 മീറ്റേഴ്സിൻ്റെ ഒക്കെ കേസുകളില്ലേ. അപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് ആണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചോദിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസുകളുണ്ട്. അതേപോലെ എന്താണ് നമ്മുടെ ഇഗ്നീഷൻ സിസ്റ്റത്തിലെ ഫയറിംഗ് ഓർഡറുകൾ, അതേപോലെ മോസ്റ്റ് ടെസ്റ്റ്, ഇൻഡിക്കേറ്റഡ് പവർ, ബ്രേക്ക് പവർ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എവിടുന്ന് എങ്ങനെ ചോദിക്കുന്നൊന്നും ഒരു ഐഡിയ ആർക്കും കിട്ടില്ല. ആ സമയത്ത് നമ്മുടെ ഈ ഒരു മെമ്പറിൻ്റെ അടുത്ത് എന്താണോ മൈൻഡിൽ വരുന്ന ആ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഏകദേശം ഒരു ധാരണ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകളായിരിക്കും. ഏകദേശം ഒരു ധാരണ എല്ലാ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. എങ്കിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഇപ്പോൾ തെർമൽ, ഫ്ലൂയിഡ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, അതേപോലെ നമ്മുടെ ഈ ലാസ്റ്റ് മോഡേൺ വെഹിക്കിൾസിൻ്റെ സിസ്റ്റം, പവർ ട്രാൻസ്മിഷൻ, അതേപോലെ എഞ്ചിൻ കമ്പോണൻസ്, ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് നല്ലതുപോലെ നോക്കി പോകുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇനി അടുത്ത സെക്ഷനാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ പേഴ്സൺ ചോദിക്കുന്നത് ജോബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരികയാണല്ലോ, ഈ ജോബിന്റെ എന്താണ്, അല്ലെങ്കിൽ ഈ ജോബ് കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ജോബ് പ്രൊഫൈലുകൾ എന്താണ്. അപ്പോൾ ആ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു AMVA നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ജോബ് കൊണ്ട് നിങ്ങളുടെ ജോബ് പ്രൊഫൈലുകൾ എന്തൊക്കെയായിരിക്കും, നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും വരുന്നത്. അപ്പം അതുമായിട്ട് എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് ആയിട്ടുള്ള ധാരണ നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. അതായിരിക്കും മിക്കവാറും ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. പിന്നെ ചോദിക്കാനുള്ള ചാൻസുകളാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടുകളുണ്ട് അല്ലെ, കുറേ ആക്ടുകളുണ്ട്. നമുക്ക് നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുള്ള കുറേ ആക്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ആക്ടുകളിൽ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ അവർ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങളോട് സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, എനിക്കൊല്ലം ചോദിക്കുമെന്ന് അറിയില്ല. നിങ്ങൾ എന്താണ് ഒരാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു സിഗ്നൽ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽ ക്രോസ് ചെയ്യുന്നിട്ട് അവിടെ എന്തില്ല, ഗേറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആളോട് പറയുകയാണ് നേരെ സിഗ്നൽ ക്രോസ് ചെയ്യണം. അപ്പോൾ ആള് നിങ്ങൾ എന്ത് ചെയ്തു, ആ സിഗ്നൽ ക്രോസ് ചെയ്ത് പോയി. ആ ക്രോസ് ചെയ്ത് പോയത് അല്ലെങ്കിൽ നിങ്ങൾ ആളെ ഫെയിൽ ചെയ്യുമോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പാസ്സാക്കി വിടുമോ, അല്ലെങ്കിൽ ഫെയിൽ ചെയ്യിക്കുമോ, എന്തായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. അത് പ്രീവിയസ് ഇയർ ചോദിച്ചാണ്, ഇക്കൊല്ലം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടുകളും അങ്ങനത്തെ ലൈസൻസ് എടുക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ പേഴ്സൺസ് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഏകദേശം ഒരു മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് ആണ് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എന്ത് പറയാറ് ഇൻ്റർവ്യൂ ഒരാൾക്ക് തരാറ്. ഏറ്റവും മിനിമം പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും വരും. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സെക്ഷൻസ് ആയിരിക്കും വരുന്നത്. വളരെ നിങ്ങൾ എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിലും മെയിൻ ലിസ്റ്റിലാണെങ്കിലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും മിനിമം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഏത് ഇൻ്റർവ്യൂ സെക്ഷൻസിൻ്റെ മാർക്ക് എടുത്ത് നോക്കാം. ഏറ്റവും മിനിമം കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് എത്ര മാർക്കാണ്, നമ്മുടെ 8 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ 14 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മാർക്ക്
14 ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 8 ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ വേരി ചെയ്യാൻ ചാൻസുകളുണ്ട്, നമുക്കൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതുവരെ കിട്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ നമ്മുടെ ഡാറ്റാസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ റേഞ്ച് വേരി ചെയ്യുന്നത് 8ന്റെയും 14ന്റെയും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നല്ലപോലെ നോക്കുക, നല്ലപോലെ പെർഫോം ചെയ്യാൻ. നിങ്ങളൊരു കാര്യം കൂടി മൈൻഡിൽ വെക്കാം, ചിലപ്പോൾ 1-2 മാർക്കുകൾ ഇവിടെ കൂടെ ഇന്റർവ്യൂ സെക്ഷൻസിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, നല്ലതുപോലെ മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട്. ഏകദേശം എല്ലാവരുടെ മാർക്ക് റേഞ്ചും വരുന്നത് 16ന്റെയും 17ന്റെയും ഇടയിലാണ്. അവിടെ നിങ്ങൾ ഇന്റർവ്യൂവിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാണ്. ഇപ്പം നല്ല മാർക്ക് കിട്ടിയ ഒരാൾക്ക് ഒരു 9 മാർക്ക് കിട്ടി, നിങ്ങൾക്ക് എന്താണ് 14 മാർക്ക് കിട്ടി. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മാർക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നല്ലതുപോലെ റൈസ് ആവാൻ, നിങ്ങളുടെ റാങ്ക് നല്ലതുപോലെ മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിലും ഇപ്പം നമുക്കറിയാം, നമ്മൾ റൊട്ടേഷൻ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇപ്പം അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എന്താണ് റൊട്ടേഷൻ ചാർട്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം, അപ്പോൾ അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് റൊട്ടേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ റാങ്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട്. 1-2 മാർക്ക് കൂടിയാൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും, റാങ്കിൽ വേരിയേഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും. അതേപോലെ തന്നെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്താ റൊട്ടേഷൻ ചാർട്ടിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ കാറ്റഗറിയിൽ ചിലപ്പോൾ മെയിൻ ലിസ്റ്റിൽ ആളില്ലെങ്കിൽ, ഓക്കെ, മെയിൻ ലിസ്റ്റിൽ ആളില്ലെങ്കിൽ നേരെ പോകുന്നതായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലും എന്തുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആളുകളെ ആയിരിക്കും എന്ത് വരുന്നത്, അപ്പോയിൻമെൻറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ഇൻ്റർവ്യൂ സെക്ഷൻസ് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കാം, നല്ലതുപോലെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.